നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 7ാമത്തെ കഥ, പത്മാവതി. പ്രഭു, പണ്ട് ഉത്തരഭാരതത്തിലെ വാരണാസി രാജ്യത്തിൽ വജ്രമകുടൻ എന്നൊരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ പേർ മഹാദേവി എന്നും പുത്രൻ്റെ പേർ മകുടശേഖരൻ എന്നും ആയിരുന്നു. രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും മന്ത്രിക്ക് രാജകുമാരൻ്റെ പ്രായത്തിലുള്ള ഒരു പുത്രനും ഉണ്ടായിരുന്നു. ബാല്യം മുതൽക്ക് തന്നെ രാജകുമാരനും മന്ത്രികുമാരനും പരസ്പരം വിട്ടുപിരിയാതെ ഏകോദര സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചു വന്നത്. കാഴ്ചയിൽ രാജകുമാരൻ അതീവ സുന്ദരനായിരുന്നെങ്കിലും ബുദ്ധി സാമർഥ്യത്തിൽ മന്ത്രികുമാരനാണ് മികച്ചു നിന്നിരുന്നത്. കുമാരന്മാർ ഇരുവരും യൗവന ദിശയിലെത്തി. ഒരു ദിവസം അവരിരുവരും നഗരപ്രാന്തത്തിലുള്ള ഒരു കാനന പ്രദേശത്തേക്ക് പോയി. മൃഗയയിലുള്ള ഉത്സാഹാതിരേകം ഹേതുവായി അവർ അവിടെ നിന്നും കടന്ന് തങ്ങളുടെ രാജാതിർത്തിയും പിന്നിട്ട് അയൽ രാജ്യത്തിലെ ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അതിൻ്റെ സമീപത്തായി ഒരു കാനന പൊയ്കയിൽ അലോകലാവണ്യം തുളുമ്പി നിൽക്കുന്ന ഒരു യുവതി തൻ്റെ സഖികളോടൊന്നിച്ച് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അപൂർവ ദൃശ്യം അവരുടെ ദൃഷ്ടിയിൽ പെട്ടു. അപ്സര കന്യകയെപ്പോലും പിന്നിലാക്കുന്ന ആ ലാവണ്യരൂപം രാജകുമാരനെ ഘടാൽ ആകർഷിച്ചു, വശീകരിച്ചു. പരിസരങ്ങളെയും തൻ്റെ സ്ഥാനമഹത്വത്തെയും പോലും തൽക്കാലത്തേക്ക് വിസ്മരിച്ച് രാജകുമാരൻ ആ സൗന്ദര്യാമൃതം യഥേഷ്ടം നയനങ്ങൾ കൊണ്ട് പാനം ചെയ്തു. കാമദേവ സദൃശ്യം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട രാജകുമാരൻ്റെ നേർക്ക് പ്രസ്തുത യുവതിയും കടക്കണ്ണേറുകൾ നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കുളിച്ചു കയറി. ഒരു താമരപ്പൂവ് പറിച്ചെടുത്ത് ചെവിയിൽ ചേർത്ത് അതിനെ കടിച്ചതിന് ശേഷം പാദങ്ങളുടെ പുറകുവശത്തേക്കിട്ടു. അനന്തരം വേറൊരു പൂവ് പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചു. ഒടുവിൽ അതും താഴെയിട്ട് അവൾ സഖീജനങ്ങളോടൊത്ത് അവിടെ നിന്നും നടന്ന് മഞ്ചലിൽ കയറി ചടിതിയിൽ അപ്രത്യക്ഷയാവുകയും ചെയ്തു. യുവതിയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൻ്റെ പൊരുൾ അറിയാൻ കഴിവില്ലാതെ രാജകുമാരൻ അപ്പോഴും അലസതാ മനോഭാവത്തിൽ കൂടി നിലകൊണ്ടിരുന്ന മന്ത്രികുമാരനോട് വിവരം പറഞ്ഞു. അദ്ദേഹം തുടർന്നു: എൻ്റെ ഉത്തമ സുഹൃത്തെ, എന്തെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം? അവൾ ഏറ്റവും അർത്ഥവത്തായ ചില സ്വപ്നങ്ങൾ കാട്ടിയിട്ടാണ് ഒരു വനദേവതയെപ്പോലെ അപ്രത്യക്ഷയായത്. ഞാൻ അവളിൽ എന്തെന്നില്ലാതെ ഭ്രമിച്ചു വശായിരിക്കുന്നു. നീ മാത്രമേ എനിക്ക് ആശ്രയമായുള്ളൂ. അവൾ ആരായിരിക്കാം? അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ അസാധ്യം. എൻ്റെ ചിത്തവിപ്ലവം ശമിപ്പിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തു പറയുന്നു? രാജകുമാര, അങ്ങ് ഇത്ര വേഗം നിരാശയ്ക്ക് വിധേയനാകുന്നത് അങ്ങയുടെ സ്ഥാനവലിപ്പത്തിന് ഒരു തരത്തിലും അനുയോജ്യമല്ല. മാത്രമല്ല, പ്രഥമ ദർശനത്തിൽ തന്നെ ആ കുമാരി പ്രേമാതുരയായി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും. ആ കന്യകയുടെ ഭാവഹാവാദികളും സൂചനകളും അതിൻ്റെ നിദർശനങ്ങളാണ്. എങ്ങനെ? അവൾ എന്നിൽ പ്രേമാതുരയാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? കുമാരിയുടെ ചേഷ്ടകളും പെരുമാറ്റവും 100 പ്രേമ മഹാകാവ്യങ്ങളെക്കാൾ വാചാലമായി അവളുടെ ആശയം പ്രകടമാക്കിയിരിക്കുന്നു. അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും, പൊയ്കയിൽ നിന്നും അവൾ താമരപ്പൂവ് അഥവാ പത്മം പറിച്ചെടുത്തില്ലേ? അതിൻ്റെ അർത്ഥം അവളുടെ പേർ പത്മാവതി എന്നാണ്. ആ പൂ തന്നെ അവൾ തൻ്റെ കർണത്തോട് ചേർത്ത് പിടിച്ചില്ലേ? കർണപുരമാണ് അവളുടെ സ്വദേശമെന്നാണ് അതിനർത്ഥം. പൂ കടിച്ചതിൻ്റെ പൊരുൾ അവൾ ദന്തവടൻ എന്ന രാജാവിൻ്റെ പുത്രിയാണെന്നും മനസ്സിലാക്കണം. ഒടുവിൽ വേറൊരു പൂ പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചതിൽ നിന്ന് അവൾ അങ്ങയിൽ ദൃഢപ്രേമവതിയായി തീർന്നിരിക്കുകയാണെന്നും ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക. കുമാരിയുടെ സൂചനകളുടെ അന്തരാർത്ഥം ഇത്ര വിശദമായി അറിയിക്കുന്നതിൽ മന്ത്രികുമാരൻ പ്രദർശിപ്പിച്ച അതിയായ സാമർഥ്യം രാജകുമാരനെ എത്രമാത്രം വിസ്മയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ ഗാഠമായി ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്ക് നിന്റെ തുണ മാത്രമേയുള്ളൂ. പക്ഷെ അത് മതി. നമുക്ക് കഴിയും വേഗം കർണപുരത്തേക്ക് പോയി അവളെ ഗൂഢമായി സന്ധിക്കണം. അതിലേക്ക് എന്ത് മാർഗം? മന്ത്രികുമാരൻ: നമുക്ക് ഏതായാലും ഉടൻ രാജസന്നിധിയിലേക്ക് മടങ്ങാതെ നിവൃത്തിയില്ലല്ലോ. അവിടെ ചെന്ന് ഒരു ചെറിയ ദേശസഞ്ചാരം നടത്താനുള്ള അങ്ങയുടെ ആഗ്രഹം എൻ്റെ പിതാവിനെ അറിയിച്ച് അദ്ദേഹം മുഖാന്തരം രാജകീയ അനുമതി വാങ്ങണം. അതാണ് കരണീയമായ മാർഗം. ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ട്
അവരിരുവരും തൽക്കാലത്തേക്ക് രാജധാനിയിലേക്ക് മടങ്ങി. അയൽരാജ്യത്തേക്ക് ഒരു ഹ്രസ്വ സഞ്ചാരം നടത്തുന്നതിന് രാജകീയ അനുമതി വാങ്ങുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതനുസരിച്ച് അവരിരുവരും അശ്വാരൂഢരായി കർണപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവർ കർണപുരത്തെത്തി. വിശ്രമിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് കൊട്ടാര പരിസരങ്ങളിൽ ചുറ്റി നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഒരു ചെറിയ കുടിലിൻ്റെ വാതിൽക്കൽ ഒരു വൃദ്ധയിരുന്ന് പഞ്ഞി കടയുന്നത് കണ്ടു. അവർ വൃദ്ധയെ സമീപിച്ചു. "അമ്മേ, ഞങ്ങൾ സഞ്ചാര വ്യാപാരികളാണ്. ഞങ്ങളുടെ സംഘക്കാർ പുറകെ വരുന്നതേയുള്ളൂ. ഒരു പക്ഷേ അവർ വല്ല വിടുതിയിലും താവളമടിച്ചിരിക്കാനും മതി. ഈ അസമയത്ത് അവരെ തിരക്കി പോകാനും പ്രയാസം. അമ്മ ദയവ് ചെയ്ത് രാത്രി കഴിച്ചുകൂട്ടുവാൻ സൗകര്യമുണ്ടാക്കി തരുന്നത് വലിയ ഉപകാരമായിരിക്കും. അതിലേക്ക് ന്യായമായ പ്രതിഫലം തരുന്നുണ്ട്." വൃദ്ധ അവരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചു. അവരെ ആപാദചൂഡം വീക്ഷിച്ചു. മാന്യതയും കുലീനതയും സ്ഫുരിക്കുന്ന മുഖഭാവവും വിനയത്തോടു കൂടിയ സംഭാഷണവും. വൃദ്ധ യാതൊരു വിസമ്മതവും കൂടാതെ അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. "ഈ വീട് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതിക്കൊള്ളുക." വൃദ്ധ അനുമതി നൽകി. "നിങ്ങൾക്കിഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കാം. പ്രതിഫലം തരുന്നതും തരാതിരിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം." വൃദ്ധ തൻ്റെ ജോലി തുടർന്നു. അവർ വീട്ടിനുള്ളിലേക്ക് കടന്ന് വൃദ്ധ ചൂണ്ടിക്കാണിച്ച ഒരു കയറ്റുകട്ടിലിൽ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വൃദ്ധ പഞ്ഞി കടച്ചിൽ നിർത്തി അതിൻ്റെ ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്താക്കിയ ശേഷം അവരുടെ സമീപത്തെത്തി. ഒരു പഴംപായിൽ ഉപവിഷ്ടയായി. "കുടിക്കാൻ കഞ്ഞിയോ വെള്ളമോ എന്തെങ്കിലും വേണോ?" "അല്ലാണ്ട് കാപ്പിയും ചായയും ഒന്നും ഇവിടെ ഇല്ല." വൃദ്ധ തൻ്റെ ഔദാര്യം പ്രകടമാക്കാൻ തുനിഞ്ഞു. "വേണ്ട, ഞങ്ങളതാ ആ ഭോജനശാലയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് അല്പസമയമേ ആയുള്ളൂ." മന്ത്രികുമാരൻ മറുപടി പറഞ്ഞു. "അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഉപജീവനത്തിന് മാർഗമെന്താണ്? അറിയിക്കുന്നതിന് വിരോധമില്ലെങ്കിൽ." "അയ്യോ, അതിനെന്ത് വിരോധം?" വൃദ്ധ തൻ്റെ ദന്തവിഹീനമായ മോണ പൊളിച്ചുകൊണ്ട് പറഞ്ഞു. "എൻ്റെ മകന് ഇവിടെ കൊട്ടാരം സേവകമാണ്. വലിയ കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടി പത്മാവതി ദേവിക്ക് പൂ കൊണ്ടുപോയി കൊടുക്കുകയാണ് എൻ്റെ ജോലി. കിഴവയ്ക്ക് വയസ്സായല്ലോ. ഇപ്പോൾ ഞാൻ എങ്ങും ജോലിക്ക് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് സുഖമായി ജീവിക്കാനുള്ള വക കൊട്ടാരത്തിൽ നിന്ന് കിട്ടും. പൊന്നു തമ്പുരാൻ്റെ കൽപ്പനയാ അത്. ദിവസം ഒരു പ്രാവശ്യം മാത്രം എനിക്ക് കൊട്ടാരത്തിലേക്ക് പോകണം, പൂ കൊണ്ടുപോയി കൊടുക്കാൻ. ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന പൂവല്ലാതെ ആ പൈങ്കിളി ചൂടുകയില്ല." വൃദ്ധ അഭിമാനത്തോടുകൂടി അറിയിച്ചു. അടുത്ത ദിവസം കുമാരന്മാരിരുവരും കൂടി ഗൂഢമായി നടത്തിയ അന്വേഷണ ഫലമായി താമരപ്പൊയ്കയിൽ വെച്ച് കണ്ട യുവതി അവിടുത്തെ രാജാവിൻ്റെ പുത്രി തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ അവളെ ഗൂഢമായി സന്ദർശിക്കുവാനുള്ള ചിന്തയായി. രാജകുമാരൻ്റെ മാരജ്വര പാരവശ്യം ശരിക്കും മനസ്സിലാക്കിയ മന്ത്രികുമാരൻ വൃദ്ധയ്ക്ക് ഉദാരമായി പണം നൽകി സ്വാധീനപ്പെടുത്തി. അനന്തരം രാജകുമാരൻ്റെ ഒരു പ്രേമ സന്ദേശവും കൊടുത്ത് പൂക്കാരിയെ രാജകുമാരിയുടെ സമീപത്തേക്ക് അയച്ചു. അവർ ചെന്ന് രഹസ്യമായി പത്മാവതിയോട് സംഗതികളെല്ലാം പറഞ്ഞു. അത് കേട്ട മാത്രയിൽ രാജകുമാരി കഠിനമായ അമർഷം ഭാവിച്ചുകൊണ്ട് ചന്ദനച്ചാറിൽ തൻ്റെ കൈപ്പത്തികൾ മുക്കി 10 വിരലുകളും പതിയുമാറ് വൃദ്ധയുടെ മാറിടത്തിൽ ഒരു പ്രഹരമേൽപ്പിച്ച് അവളെ അവിടെ നിന്നും യാത്രയാക്കി. ഭഗ്നാശയായി മടങ്ങി വന്ന വൃദ്ധ തൻ്റെ അനുഭവം വിശദമായി കുമാരന്മാരെ അറിയിച്ചു. അഭിമാനക്ഷതം കൊണ്ടും പ്രേമനൈരാശ്യത്താലും രാജകുമാരൻ്റെ മുഖം വിവർണമായി. പക്ഷേ ആ കഥ കേട്ട് മന്ത്രികുമാരൻ അർത്ഥവത്തായി പുഞ്ചിരി തൂകുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഖേദം എന്താണെന്നറിയാതെ വിഷമിച്ചു നിന്ന രാജകുമാരനോട് അയാൾ പറഞ്ഞു, "കുമാര, അങ്ങയുടെ അഭിലാഷം പരിപൂർണ സാഫല്യമടയാൻ പോകുന്ന സന്ദർഭത്തിലോ അങ്ങ് നിരാശയ്ക്ക് വശംവദനാകുന്നത്? രാജകുമാരിയുടെ വിചിത്രമായ പെരുമാറ്റത്തിൻ്റെ പൊരുൾ എനിക്ക് തികച്ചും ബോധ്യമായിരിക്കുന്നു. 10 ദിവസത്തെ നിലാവ് കഴിയുമ്പോൾ അങ്ങ് രഹസ്യമായി ഇരുട്ടിൽ കൊട്ടാരത്തിലെത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം." "മന്ത്രികുമാര," ആഹ്ലാദോത്ഘോഷണത്തോടെ രാജകുമാരൻ പ്രതിവചിച്ചു, "നിന്റെ അനിതര സാധാരണമായ ബുദ്ധിസാമർഥ്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകയില്ല സഖാവേ." 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വൃദ്ധയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് അയച്ചു. പാരിതോഷികങ്ങൾ നിർലോഭം നൽകി അവർ ഇതിനകം വൃദ്ധയെ തികച്ചും തങ്ങൾക്ക് വശകയാക്കി തീർത്തിരുന്നതിനാൽ തങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള വിവരം വൃദ്ധയെ അറിയിക്കുവാൻ അവർ ലേശം മടിച്ചില്ല.
താമരപ്പൊയ്കയിൽ വെച്ച് നടന്ന സംഭവങ്ങളും അവർ വൃദ്ധയെ അറിയിച്ചു. മാത്രമല്ല, ഈ വസ്തുതകളെല്ലാം രാജകുമാരിയെ അറിയിച്ചുകൊള്ളുവാൻ അവർ അനുമതി നൽകുകയും ചെയ്തു. തൻ്റെ അതിഥികൾ അയൽരാജ്യത്തിലെ രാജകുമാരനും മന്ത്രികുമാരനുമാണെന്നുള്ള വസ്തുത അറിഞ്ഞപ്പോൾ വൃദ്ധയ്ക്കുണ്ടായ ആഹ്ലാദം പറയാവതല്ല. അപ്പോൾ ഈ രാജകുമാരി ഒരു കള്ളിയാണ്, കരിങ്കള്ളി. കുമാരി നേരത്തെ തന്നെ കുമാരനെ താമരപ്പൊയ്കയിൽ വെച്ച് കണ്ടിരിക്കുന്നു. അവർ തമ്മിൽ ഉറച്ച പ്രേമത്തിലുമാണ്. എന്നിട്ട് യാതൊന്നും പുറമെ ഭാവിക്കാതെ കുമാരി എന്നെ കൈപ്പത്തി കൊണ്ട് തല്ലി ഓടിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഏവം വിധമുള്ള ചിന്തകളോടുകൂടി വൃദ്ധ അന്നും പതിവ് പോലെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊച്ചു തമ്പുരാട്ടിയെ അടിയൻ മുലകുടിപ്രായം തൊട്ട് താരാട്ടി പാലൂട്ടി വളർത്തിയതല്ലയോ? വൃദ്ധ ഒരു വിജയസ്മിതത്തോടുകൂടി പറഞ്ഞു. അടിയൻ ഇതൊന്നും അറിയുകയില്ലെന്നായിരിക്കും തമ്പുരാട്ടി വിചാരിച്ചത്. അന്ന് അടിയൻ ഒരു എഴുത്തും കൊണ്ട് വന്നിട്ട് അടിയനെ ഇവിടെ നിന്നും തല്ലി ഇറക്കിയല്ലോ. അയ്യോ, 10 വിരലും അടിയൻ്റെ നെഞ്ചത്ത് പതിഞ്ഞ് അവിടമാകെ കുമിളിച്ചു പോയല്ലോ. എന്നാൽ കൊച്ചു തമ്പുരാട്ടി ചെവി തുറന്നു കേട്ടാട്ടെ. ആ എഴുത്ത് തന്നയച്ചത് ആരാണെന്നാ കുഞ്ഞിൻ്റെ വിചാരം? കഴിഞ്ഞ വെളുത്തപക്ഷം 5-ാം ദിവസം ആ അതിർത്തിയിലുള്ള താമരപ്പൊയ്കയിൽ വെച്ച് കുഞ്ഞു കണ്ടില്ലയോ? കാമദേവൻ ഉടലെടുത്തതുപോലെ ഒരു രാജകുമാരൻ, അവിടുത്തെ യുവരാജാവ്. അദ്ദേഹത്തിൻ്റെ എഴുത്തായിരുന്നു അത്, അറിയുമോ? അപ്പോഴും രാജകുമാരി പഴയ അടവ് തന്നെ പ്രയോഗിച്ച് നിലകൊണ്ടതേയുള്ളൂ. ഇപ്രാവശ്യം അവൾ മറ്റൊരു വിദ്യയാണ് പ്രയോഗിച്ചത്. കുങ്കുമത്തിൽ മുക്കിയ 3 വിരലുകൾ കൊണ്ട് പൂക്കാരിയുടെ നെഞ്ചിലിടിക്കുകയും അവളെ അന്തഃപുരത്തിന് പിൻഭാഗത്തുള്ള ഒരു രഹസ്യവാതിലിലൂടെ ഓടിക്കുകയുമാണ് ചെയ്തത്. വ്രണിതഹൃദയയായി അന്നും വൃദ്ധ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി അവൾ സകല വിവരങ്ങളും രാജകുമാരനെ അറിയിച്ചു. താമരപ്പൊയ്കയുടെ തീരത്ത് വെച്ച് തൻ്റെ മേൽ പ്രേമകടാക്ഷങ്ങൾ നിർലോഭം പൊഴിക്കുകയും പ്രേമചാപല്യങ്ങൾ കാട്ടുകയും ചെയ്ത കുമാരി പെട്ടെന്നിപ്രകാരം ക്രൂരമായൊരു വിരുദ്ധ മനോഭാവം കൈക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഹേതു എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും കുമാരന് പിടികിട്ടിയില്ല. അദ്ദേഹം വീണ്ടും മന്ത്രികുമാരനെ സമീപിച്ചു. മന്ത്രികുമാരനാകട്ടെ വിജയസൂചകമായ ഒരു പുഞ്ചിരി തൂവുകയാണ് ചെയ്തത്. അയാൾ പറഞ്ഞു, രാജകുമാര, അങ്ങയ്ക്ക് ഇത്ര ക്ഷമയില്ലാതായല്ലോ. കഷ്ടമെന്നേ പറയേണ്ടു. വിജയം തികച്ചും കരഗതമായിരിക്കുമ്പോൾ അങ്ങ് നിരാശയ്ക്ക് വശംവദനാകുന്നു. രാജകുമാരിയുടെ പെരുമാറ്റത്തിൻ്റെ പൊരുൾ അങ്ങയ്ക്ക് ഇനിയും വ്യക്തമായില്ലേ? രാജകുമാരി അസ്പൃശ്യയായിരിക്കുകയാണ്. ഇനിയും 3 നാൾ കൂടി കഴിയണം. അതിനുശേഷം അർദ്ധരാത്രി കഴിഞ്ഞ് ചെന്നാൽ കുമാരി അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. ഇനി ഒരു കാര്യം കൂടി. പൂക്കാരിയെ അടിച്ചോടിച്ച രഹസ്യവാതിലിലൂടെ വേണം അങ്ങ് അവിടെ ചെല്ലേണ്ടത്. ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ? 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം രാത്രിയുടെ ദ്വിതീയയാമം സമാഗതമായി. ദിക്കെങ്ങും ഘോര അന്ധകാരത്തിൻ്റെ തിരസ്കരണിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ്റെ മേൽനോട്ടത്തിൽ തൻ്റെ നിശാപര്യടനത്തിനുള്ള വേഷഭൂഷകൾ അണിഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞ ഉടൻ അവരിരുവരും കൂടി യാത്ര തിരിച്ച് കുമാരിയുടെ ശയനാഗാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൂത്രവാതിലിന് സമീപത്തെത്തി. പ്രേമസാഫല്യത്തിനുള്ള പ്രതീക്ഷ രാജകുമാരനെ ഒരു സാഹസികനാക്കി തീർത്തു. അദ്ദേഹം രാജകുമാരി നിർദ്ദേശിച്ചിരുന്ന പ്രകാരം തന്നെ രഹസ്യവാതായനം തരണം ചെയ്ത് കുമാരിയുടെ അന്തഃപുര പാർശ്വത്തിലെത്തി. മന്ത്രികുമാരൻ വൃദ്ധയുടെ കുടിലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. രാജകുമാരനെ പ്രതീക്ഷിച്ച് കുമാരി സർവാലങ്കാര വിഭൂഷിതയായി രഹസ്യവാതിലിൻ്റെ മറവിൽ നേരത്തെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം അവർ പരസ്പരം അഭിമുഖമായി നിലകൊണ്ടു. അടുത്ത ക്ഷണത്തിൽ കുമാരി രാജകുമാരനെ കൊട്ടാരവാതിലിനുള്ളിലേക്ക് തൻ്റെ കേളീസൗധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ മണിയറ അതിമനോഹരമാവിധം അലങ്കരിച്ചിരുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യസുഗന്ധവാഹിയായ ധൂമം പ്രവഹിക്കുന്ന ധൂപകലശങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്സരസ്സുകളെ പോലും പിന്നിലാക്കുന്ന സൗന്ദര്യവതികളായ ചേടികൾ തങ്ങളുടെ യജമാനയുടെ ഏതാജ്ഞയും ശിരസാ വഹിക്കാൻ സന്നദ്ധരായി നിലകൊണ്ടിരുന്നു. അറയുടെ ഒരു ഭാഗത്തായി സ്ഥാപിച്ചിരുന്ന ഹംസതൂലികാ തൽപ്പത്തിൽ വിരിച്ചിരുന്ന പുഷ്പങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന സാന്ദ്ര പരിമളം അന്തരീക്ഷവായുവിനെ ലഹരി പിടിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. രത്നം പതിച്ച സ്വർണ്ണനിർമ്മിതമായ പനിനീർക്കുപ്പികൾ, താമ്പൂല പേടകങ്ങൾ, രജതനിർമ്മിതമായ താലങ്ങൾ മുതലായവ യഥാസ്ഥാനങ്ങളിൽ തികഞ്ഞ കലാവിരുതോടുകൂടി സജ്ജീകരിച്ചിരിക്കുന്നു. വേറൊരു ഭാഗത്ത് വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മേശമേൽ
തേനൂറുന്ന മധുര പലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ക്ഷീരവിഭവങ്ങൾ മുതലായവ ഭക്ഷ്യപേയാദികൾ യഥേഷ്ടം സംഭരിച്ചിരുന്നു. ചുവരുകളിൽ ദർശനമാത്രയിൽ യോഗിയെ ഭോഗിയാക്കാൻ പര്യാപ്തമായ അപ്സരമോഹിനികളുടെ ശൃംഗാര ചേഷ്ടാവിലാസങ്ങൾ നിതരാം സ്പഷ്ടമാക്കുന്ന മനോഹര ചിത്രങ്ങൾ തികഞ്ഞ കലാവിരുതോടുകൂടി പ്രദർശിപ്പിച്ചിരുന്നു. ഏതോ അദൃശ്യ കേന്ദ്രത്തിൽ നിന്ന് കാമോദ്ദീപകമായ മധുരഗാനങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. എവിടെയും മാദക സൗന്ദര്യത്തിൻ്റെ കേളീവിലാസം. അതായിരുന്നു ആ കാമകേളി നിലയം. രാജകുമാരി നവാഗതനെ സ്വീകരിച്ചു കൊണ്ടുപോയി ഒരു വിശിഷ്ടാസനത്തിൽ ഉപവിഷ്ടനാക്കി. അദ്ദേഹത്തിൻ്റെ പാദപ്രക്ഷാളനം അവൾ സ്വകരങ്ങൾ കൊണ്ട് തന്നെ നിർവഹിച്ചു. കളേബരത്തിൽ ദിവ്യപരിമളം വഹിക്കുന്ന കളഭക്കൂട്ട് ലേപനം ചെയ്തു. ഗളത്തിൽ വിശിഷ്ട പുഷ്പങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഒരു ഹാരം ചാർത്തി. ശരീരത്തിൽ പനിനീർ തളിച്ചു. അനന്തരം സ്വന്തം കരങ്ങൾ കൊണ്ട് തന്നെ അവൾ അദ്ദേഹത്തെ പനിനീരിൽ മുക്കിയ ചാമര വിശറി കൊണ്ട് വീജനം ചെയ്യുവാൻ തുടങ്ങി. അത് കണ്ട് അവളെ വിലക്കിക്കൊണ്ട് കുമാരൻ പറഞ്ഞു, ഭവതിയുടെ ദിവ്യദർശന നിമിഷത്തിൽ തന്നെ എൻ്റെ സർവക്ഷീണവും തീർന്നിരിക്കുന്നു. ദേവി ഒരു തരത്തിലും ആയാസപ്പെടരുത്. ഈ മൃണാള കോമളമായ കരപല്ലവങ്ങൾ വിശറി താങ്ങാനുള്ളവയല്ല. അതെൻ്റെ കയ്യിലേക്ക് തന്നേക്കുക. അനന്തരം ഭവതി ദയവ് ചെയ്ത് ആ മഞ്ചത്തിലിരുന്നാലും. പത്മാവതി പ്രതിവചിച്ചു. പ്രഭോ, എത്രമാത്രം ക്ലേശം അനുഭവിച്ചായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള അങ്ങയെ ഉപചരിച്ച് ശുശ്രൂഷിക്കുക കേവലം എൻ്റെ കടമ മാത്രമല്ലേ. ഉടൻ ഒരു ചേടി കുമാരിയുടെ കയ്യിൽ നിന്നും വിശറി പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ജോലിയാണ് കുമാരി. ഞാൻ നിങ്ങളിരുവരെയും വേണ്ട വിധം ശുശ്രൂഷിച്ചു കൊള്ളാം. നിങ്ങൾ യഥേഷ്ടം ആസ്വദിച്ചാനന്ദിച്ചാലും അവിടുത്തെ ചേടികളായ ഞങ്ങൾ പിൻവാങ്ങട്ടെ. ഇപ്പോൾ തന്നെ രാത്രി ഏറെ അതിക്രമിച്ചിരിക്കുന്നു. അവർക്ക് വിട നൽകുന്നതിന് കുമാരിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരുന്നിരിക്കുമെന്ന് ഊഹ്യമാണല്ലോ. അർത്ഥസൂചകമായ ഒരു കടക്കൻ പ്രയോഗത്താൽ അവൾ സ്വസഖികൾക്ക് വിട നൽകി. അവർ തൽക്ഷണം തങ്ങളുടെ പ്രത്യേക അറകളിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. ഒടുവിൽ ആ കേളീസദനത്തിൽ കുമാരന്മാർ തനിച്ചായി. കുമാരൻ്റെ നിർബന്ധമനുസരിച്ചെന്നോണം കുമാരിയും അയാളിരുന്നിരുന്ന അതേ മഞ്ചത്തിലിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് ഒരേ ഭാജനത്തിൽ നിന്ന് മധുരപദാർത്ഥങ്ങൾ ഭുജിച്ചു. ഒരേ പാനപാത്രത്തിൽ നിന്നും ക്ഷീരവിഭവങ്ങൾ പാനം ചെയ്തു. അവൾ അയാൾക്ക് മാദകോദ്ദീപകമായ പരിമളദ്രവ്യങ്ങൾ വെച്ച് പുരട്ടിയ താമ്പൂലം നൽകി. അയാൾ അവളുടെ കൊഴുത്തുരുണ്ട മാദകാവയവങ്ങൾ സ്വഗാത്രത്തോടണച്ച് ആ പൂങ്കവിളുകളിൽ തെരുതെരെ ചുംബിച്ച് അവളെ ശ്വാസം മുട്ടിച്ചു. എന്തിനധികം അവർ ബാഹ്യലോകത്തെയോ വിപൽസാധ്യതകളെയോ നിശേഷം വിസ്മരിച്ച് യഥേഷ്ടം കാമലീലകളിൽ ഏർപ്പെട്ട് വിഹരിച്ചു. പ്രഭാതമായിട്ടും അവരിരുവരുടെയും മാരദാഹം ശമിച്ചില്ല. അടുത്ത ദിവസവും അവിടെ തന്നെ എന്ന് കുമാരി തൻ്റെ കമിതാവിനെ അറിയിച്ചു. കുമാരൻ അതിൽ എത്രമാത്രം സന്തോഷിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതനുസരിച്ച് കുമാരനെ കൊട്ടാരത്തിൽ തന്നെ ഒരു രഹസ്യ സ്ഥലത്ത് താമസിപ്പിച്ചു. അങ്ങനെ പത്മാവതിയും രാജകുമാരനും യഥേഷ്ടം കാമകേളികളിൽ മുഴുകി സകലതും മറന്ന ദിവസങ്ങൾ കഴിച്ചു. ഇങ്ങനെ 1 മാസക്കാലം കടന്നുപോയി. അതിനിടയ്ക്ക് പലപ്പോഴും രാജകുമാരന് തൻ്റെ ഉറ്റ സഖാവായ മന്ത്രികുമാരനെപ്പറ്റി ഓർമ്മയുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പോയി അയാളുടെ സുഖക്ഷേമങ്ങൾ ആരായുവാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം ഹൃദയം ചുട്ട് പത്മാവതിയോട് അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത അവസരങ്ങളിലെല്ലാം ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷകളെ നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ആ സുവർണ കാരാഗൃഹത്തിൽ അസ്തവീര്യനായി ചിന്താശക്തിയറ്റവനായി ദിനരാത്രങ്ങൾ കഴിച്ചു. ഒരു രാത്രിയിൽ കുമാരൻ ഏകനായിരിക്കുകയായിരുന്നു. പശ്ചാത്താപ നിർഭരമായ വിവിധ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചിത്തത്തിലൂടെ കടന്നുപോയി. അദ്ദേഹം മനം ചുട്ടു ചിന്തിച്ചു. രാജ്യം, സിംഹാസനം, കുടുംബം എല്ലാം എന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അതെല്ലാം സഹിക്കാം. എൻ്റെ ഉറ്റ സുഹൃത്തും നിതാന്ത സഹചരനുമായ മന്ത്രികുമാരൻ, അവനുമായുള്ള വേർപാട് ഞാൻ എങ്ങനെ സഹിക്കണം? എന്നെ മദന സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി അവൻ അഭിഷേകം ചെയ്തു. ഞാൻ ഇന്ദ്രലോക സുഖങ്ങൾ ഒന്നൊഴിയാതെ അനുഭവിച്ചു. അങ്ങനെയുള്ള ഉത്തമ സുഹൃത്തിനെ സ്മരിക്കുക പോലും ചെയ്യാതെ ഞാൻ ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് വിരാജിക്കുന്നു. എന്നെക്കാൾ കൃതജ്ഞനായി ആരാണുള്ളത്? ഇല്ല, ഏതു വിധേനയും ഞാൻ ഇവിടെ നിന്ന് പോയി അവനെ സന്ധിക്കുക തന്നെ വേണം. ഈ തീരുമാനത്തിന് ഇനി ഇളക്കമില്ല.
രാജകുമാരൻ ഏവം വിധം ഉത്കണ്ഠാകുലനും വേദനാജനകവുമായ ചിന്തകളിലേർപ്പെട്ടിരിക്കവേ രാജകുമാരി ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് കടന്നുവന്നു. അല്ലയോ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജകുമാര, അങ്ങയെ ക്ലേശഭൂയിഷ്ടമായ ഏതോ ചിന്തകൾ വിഷമിപ്പിക്കുന്നുണ്ട്, തീർച്ച. അതെന്തായിരുന്നാലും അങ്ങയുടെ ജീവിത സർവസ്വമായ എന്നെ അറിയിക്കുകയില്ലേ? ഏതിനും നമുക്ക് പരിഹാരമുണ്ടാക്കാമല്ലോ. സദാ ഉല്ലാസമായി എന്നോടൊന്നിച്ച് ആടിപ്പാടി വിഹരിച്ചിരുന്ന അങ്ങ് ഇപ്പോഴാകട്ടെ എന്നെ കാണാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. ഇതിൻ്റെ ഹേതു എന്തായിരിക്കാം? അങ്ങ് എന്നെ വെറുത്തുവോ? എന്നോട് പരിഭവമില്ലെങ്കിൽ തുറന്നറിയിക്കുക തന്നെ. രാജകുമാരൻ പ്രതിവചിച്ചു. ഓമനെ, എനിക്ക് ഭവതിയോട് യാതൊരു പരിഭവവുമില്ല. ഈ ദിവസങ്ങളത്രയും എന്നെ സ്വർഗീയ സുഖം അനുഭവിപ്പിച്ച ഭവതിയെ ഞാൻ വെറുക്കുന്ന പക്ഷം എന്നേക്കാൾ കൃതജ്ഞനായി ആരാണുണ്ടാവുക? ഞാൻ തുറന്നു പറയാം. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു യുവാവുണ്ട്, ഞങ്ങളുടെ മന്ത്രിയുടെ പുത്രൻ. ദ്വന്ദ്വദേഹങ്ങളും ഏകദേഹിയും എന്ന നിലയിലാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. നാം തമ്മിലുള്ള ഈ രഹസ്യവേഴ്ചയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്നതിൻ്റെ പ്രധാന സൂത്രധാരത്വം വഹിച്ചതും അവൻ തന്നെ. ഇപ്പോഴാകട്ടെ അവൻ ഏകനായി ഈ പ്രദേശത്തെവിടെയോ അജ്ഞാതവാസം നയിക്കുന്നു. 1 മാസത്തിന് മേലെയായി ഞാൻ അവനെ കണ്ടിട്ട്. അവനെപ്പറ്റിയുള്ള ചിന്തകളാണ് എന്നെ വ്യാകുലചിത്തനാക്കിയിരിക്കുന്നത്. രാജകുമാരി ഒരു പ്രണയ പരാഭവം തന്നെ പ്രകടിപ്പിച്ചു. അവൾ ശുണ്ഠിയെടുത്ത് മുഖം ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലയോ വിശ്രുതനായ രാജകുമാര, അങ്ങയുടെ ചിത്തഗതി എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലായി. അങ്ങയുടെ ചിത്തത്തിൽ രാജ്യത്തിനെയും രാജാവിനെയും മന്ത്രിയെയും മന്ത്രികുമാരനെയും പറ്റിയുള്ള ചിന്തകൾ മാത്രമേയുള്ളൂ. ഈ ഉള്ളവൾ കാമകേളികൾ നടത്താനുള്ള വെറുമൊരു കളിപ്പാട്ടം. ദ്വന്ദ്വദേഹങ്ങളും ഏകദേഹിയും. അങ്ങനെയുള്ള സഹചരനെ ഇത്രകാലം വിസ്മരിച്ചത് തന്നെ മഹാ അപരാധമാണ്. അതെ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു. ഞാൻ അവനെ കണ്ടുപിടിച്ച് സുഖക്ഷേമങ്ങൾ അന്വേഷിച്ച ശേഷം കഴിവതും വേഗം ഭവതിയുടെ ആശ്ലേഷ വലയത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ഇതിൽ യാതൊരു സന്ദേഹവും വേണ്ട. ഈ സമയമത്രയും രാജകുമാരിയുടെ ചിത്തം കരാളമായ ഏതോ ഹീനചിന്തയിൽ ആമഗ്നമായിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, അങ്ങ് തീർച്ചയായും ഇവിടെ നിന്നു പോയി അങ്ങയുടെ ഉത്തമ സുഹൃത്തിൻ്റെ സുഖക്ഷേമങ്ങൾ ആരായണം. യാതൊരു അല്ലലുമില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷം അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ആശ്ലേഷ വലയത്തിലേക്ക് മടങ്ങി വരികയും വേണം. അതുവരെ ഞാൻ കൊടിയ വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം. അവളുടെ ചിത്തം വീണ്ടും കരാളമായ ദ്രോഹചിന്തകളിൽ ഏർപ്പെട്ടു. അവൾ ചിന്തിച്ചു, ഇദ്ദേഹം ഇവിടുന്ന് പോയാൽ മടങ്ങി വരുന്ന കാര്യം എളുപ്പമല്ല. മന്ത്രികുമാരൻ കുശാഗ്രബുദ്ധിയും മഹാസമർത്ഥനുമാണ്. അയാൾ ഏതു വിധേനയും ഇദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരുടെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഞാൻ കൊടിയ പ്രേമ നൈരാശ്യത്തിൽ നിപതിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു തരത്തിലും അനുവദിക്കുകയില്ല. ആപത്തിൽ പാപമില്ല എന്നല്ലേ പ്രമാണം. അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. മന്ത്രികുമാരനെ അപായപ്പെടുത്തുക തന്നെ വേണം. പിന്നീടെക്കാലവും രാജകുമാരൻ എൻ്റെ അടിമയായി ഇവിടെ കിടന്നുകൊള്ളുകയും ചെയ്യും. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അവൾ രാജകുമാരനോട് പറഞ്ഞു, പ്രാണനാഥ, അങ്ങയുടെ നിതാന്ത സഹചരനും അഭ്യുദയകാംക്ഷിയും അതീവ വിശ്വസ്തനുമായ മന്ത്രികുമാരൻ്റെ സമീപത്തേക്ക് പോകുകയല്ലേ? അതും ഇത്രയും ദിവസം തമ്മിൽ പിരിഞ്ഞിരുന്നതിന് ശേഷം. അങ്ങ് വെറും കൈയുമായി പോകുന്നത് ഭംഗിയല്ല. മാത്രമല്ല, എനിക്കും അദ്ദേഹത്തിനോട് ഒരു കർത്തവ്യമുണ്ടല്ലോ. നമ്മുടെ പരസ്പര പ്രേമം സഫലമാക്കി നമ്മെ അനുഗ്രഹിച്ചത് അദ്ദേഹമല്ലേ? എൻ്റെ വകയായി ഒരു പാരിതോഷികം കൂടി തന്നയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം പായസം എൻ്റെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രയ്ക്ക് സന്തോഷമായിരിക്കും. രാജകുമാരൻ ഈ നിർദ്ദേശത്തിൽ സംശയത്തിൻ്റെ ലാഞ്ചന പോലും കണ്ടെത്തിയില്ല. അദ്ദേഹം കുമാരിയുടെ ഔചിത്യബോധത്തെയും കർത്തവ്യനിഷ്ഠയെയും മനസ്സാ ശ്ലാഘിച്ചു. ഇത്രയ്ക്ക് ഉദാരമതിയായ ഒരു സ്വർലോക സുഭഗയെ തനിക്ക് പ്രേയസിയായി ലഭിച്ചതിൽ അദ്ദേഹം അത്യന്തം ചാരിതാർത്ഥനായി ചമഞ്ഞു. ഉടൻ തന്നെ വേഷഭൂഷകൾ അണിയുവാൻ കുമാരനെ ആ രഹസ്യ ക്രീഡാഗ്രഹത്തിലെ മണിയറയിലേക്ക് അയച്ച ശേഷം രാജകുമാരി മഹാനസത്തിലേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ ഒരു വെള്ളിപ്പാത്രത്തിൽ പായസവുമായി മടങ്ങിയെത്തി. കുമാരൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം നിർവഹിച്ചുകൊണ്ട് വീണ്ടും കുമാരിയുടെ സവിധത്തിലെത്തി.
കുമാരി പായസപാത്രം തൻ്റെ കമിതാവിനെ ഭദ്രമായി ഏൽപ്പിച്ചു. ഏറെ താമസിയാതെ വികാരഭരിതയായ ഒരു ഗാഢ ആശ്ലേഷത്തോടുകൂടി അവരിരുവരും പിരിയുകയും ചെയ്തു. നന്ദി. കഥ തുടരും.